ഷെഫ് സീക്രട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഫേമസ് ആയ ഒരു വിഭവമാണ് പരിചയപ്പെടുന്നത്. എന്നാൽ ഒരുപാട് പേർക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ള രീതികൾ അറിയില്ല എന്ന് പറഞ്ഞാൽ അതും സമ്മതിച്ചു പോകും മിക്ക രുചിപ്രേമികളും. എന്നാൽ ഇനി സസ്പെൻസ് വിട്ടിട്ട് ഡിഷിന്റെ പേര് ആദ്യം പരിചയപ്പെടാം. എല്ല് കറി. എന്താ മേൽ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നില്ലേ? അതെ, നോൺ വെജ് വിഭവം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പോലും ഈ ഡിഷ് പരിചിതമാണെന്ന് ഉറപ്പാണ്. ഇനി ഇത് തയ്യാറാക്കുന്ന രീതി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് നല്ല എല്ലാണ്. അത് പോത്തിന്റെയോ ബീഫിന്റേതോ ആയാലും കുഴപ്പമില്ല. ചെറിയ മാംസത്തോടൊപ്പമുള്ള നല്ല എല്ല് 3 കിലോ. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് ആദ്യം തന്നെ മാറ്റിവെക്കണം. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ വേണം 300 ഗ്രാം, കടുക് ആവശ്യത്തിന്, വറ്റൽമുളക് 10 എണ്ണം, 5 വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് 50 ഗ്രാം, സവാള 2 കിലോ, ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് 10 എണ്ണം അരിഞ്ഞത്, മുളക് പൊടി 200 ഗ്രാം, മല്ലിപ്പൊടി 100 ഗ്രാം, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മീറ്റ് മസാല 2 സ്പൂൺ, ഗരം മസാല 3 സ്പൂൺ, കുരുമുളക് പൊടി 2.5 സ്പൂൺ, കറിവേപ്പില 4 ഇതൾ. ഇത്രയുമായാൽ ഇത് തയ്യാറാക്കുന്ന രീതി നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വച്ച് ചൂടാക്കി അതിലേക്ക് 250 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞാൽ 10 വറ്റൽമുളകും 5 വെളുത്തുള്ളി ചതച്ചതും 50 ഗ്രാം ഇഞ്ചി ചതച്ചതും ഇട്ട് ചെറുതായി മൂപ്പിച്ച് കഴിയുമ്പോൾ സവോള 2 കിലോയും അല്പം ഉപ്പുമിട്ട് നന്നായി വഴറ്റണം. അതു കഴിഞ്ഞാൽ 10 പച്ചമുളക് അരിഞ്ഞതും 50 ഗ്രാം വെളിച്ചെണ്ണയും ഒഴിച്ച് ചെറുതായി വീണ്ടും ഒന്ന് വഴറ്റിയ ശേഷം മുളക് പൊടി 200 ഗ്രാം, മല്ലിപ്പൊടി 100 ഗ്രാം എന്നിവ ചേർത്ത് വീണ്ടും മസാലയുടെ പച്ചമണം മാറുന്നതുവരെ ഇളക്കിയ ശേഷം നേരത്തെ വേവിച്ചു വച്ചിരിക്കുന്ന 3 കിലോ എല്ല് ഇതിലേക്കിട്ട് ആവശ്യത്തിന് സ്റ്റോക്ക് വാട്ടറും ചേർത്ത് നന്നായി ഇളക്കണം. അതിനുശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മീറ്റ് മസാല, 3 സ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി 2.5 സ്പൂൺ, കറിവേപ്പില 4 ഇതൾ എന്നിവയിട്ട് നന്നായി ഇളക്കണം. ഇനി ഇത് കനലിൽ 5 മിനിറ്റോളം ഇല വച്ചടച്ച് വേവിക്കണം. ഇതോടെ നമ്മുടെ രുചികരമായ എല്ലുകറി റെഡി ആയിട്ടുണ്ടാവും. എല്ലാവരും ഇതിന്റെ പ്രിപ്പറേഷൻ രീതി വളരെ പ്രയാസമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായില്ലേ, ഇത് വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതും അതീവ രുചിയേറിയതുമായ ഒരു വിഭവമാണെന്ന്. അപ്പോൾ നിങ്ങൾ ഏവരും ഇത് ട്രൈ ചെയ്യുന്നതോടൊപ്പം പുതിയ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.